ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ, ഈ വർക്കിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ഗ്രൂ വർക്കാണ് ചെയ്യുന്നത്. ഈ പെര ഒന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ഒരു കോണിക്കൂട് പടുക്കാണ്ട്. അപ്പോൾ ആ കോണിക്കൂടിൻ്റെ പടവുമായിട്ട് വന്നാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നേ ഒരു നമ്മൾ കോണിക്കൂടിൻ്റെ പടവാണ്. അപ്പോൾ ഇത് നാളെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ. പിന്നെ അപ്പോൾ അതിലന്ന് കാണിച്ചതാണ്. ഇപ്പോൾ ഇത് അന്ന് ബാത്റൂമിൻ്റെ ഇവിടെ ബെൽറ്റ് വാർക്കണതിൻ്റെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കോണിക്കൂട് പടുക്കാൻ പോവാണ്. പിന്നെ ഇവിടെ ബെൽറ്റൊക്കെ വാർത്ത് ഇനിയിപ്പോൾ ഈ പാരപ്പറ്റിൻ്റെ ഒരു 2 വരി ഇങ്ങോട്ട് കൊടുക്കാനുണ്ട്. ആ 2 വരി കൂടെ ഇങ്ങോട്ട് പടുത്തു കഴിഞ്ഞാൽ പാരപ്പറ്റിൻ്റെ പടവ് കഴിഞ്ഞ്. പിന്നെ ഇപ്പോൾ നമ്മൾ കോണിക്കൂട് മാത്രമേ ഇപ്പോൾ ഇവിടെ പടുക്കണുള്ളൂ. താൽക്കാലിക പടവാണ്, മേലെ സീറ്റ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് മേലേക്ക് സെക്കൻഡ് ലെയർ പൊന്തിക്കാണ്ടായ കാരണമാണ് ഇപ്പോൾ നമ്മൾ താൽക്കാലിക സീറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മളെ ഇന്ത്യക്കാർ കുമ്മായൊക്കെ മറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അന്ന് പാരപ്പറ്റ് കെട്ടിയതിൻ്റെ മേലെ ഫുള്ള് സ്ലാബൊക്കെ വാർത്തിട്ടാണ്. സ്ലാബൊക്കെ അടിപൊളിയായിട്ട് വാർത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്ലാബാണ്. ഇപ്പോൾ ഇത് പൊളിച്ചാൽ ഫുള്ള് കാണാം. പിന്നെ നമുക്ക് പൊളിച്ചതിന് ശേഷം നോക്കപ്പോൾ ഫുള്ളായിട്ട് പിന്നെ ചാക്കിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കോണിക്കൂടിൻ്റെ പടവ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു വരി വെച്ചിട്ടുണ്ട്. ഒരു വരി നമുക്ക് അളവൊക്കെ വെച്ച് ഒക്കെ ക്ലിയറാക്കി. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങളൊരു 3 വരിക്ക് 2 വരിക്ക് തൂക്കുണ്ട്. ഇവിടെ ഇപ്പോൾ ആ ഇരുമ്പിൻ്റെ കട്ടിലാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ തൂക്കി റെഡിയാക്കി വെച്ചാണ്. അളവൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു വരിയൊക്കെ വെച്ച് ലെവലാക്കിയിരിക്കണം. ഇവിടെ വരുന്നത് നമ്മളെ വെയിറ്റ്നെസ് കട്ടയാണ് വരുന്നത്. ആ വെയിറ്റ് ഇല്ലാത്ത കട്ട ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇവിടെ വെക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ബീമില്ല. ഇവിടെ നമുക്കിത് ഭാവിയിലേക്ക് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. മേലെ സെക്കൻഡ് ലെയർ വരുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ കൂട്ടിപ്പിടുത്ത ഇവിടെ പല്ലിടാതെയാണ് ഞങ്ങളിത് മേലേക്ക് ഇത് പടുക്കണത്. അപ്പോൾ ഇത് പിന്നീട് നമുക്കിത് പൊളിച്ച് ഒഴിവാക്കാനുള്ളതാണ്. ഈ കട്ടില ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളിത് ഇപ്പോൾ താൽക്കാലികം പടുക്കുന്നത്. നമ്മളിപ്പോൾ മേലെ വാർപ്പ് കോൺക്രീറ്റ് ചെയ്യുന്നില്ല. മേലെ ഞങ്ങൾ ഇപ്പോൾ താൽക്കാലികം ആസ്പെറ്റോസ് സീറ്റ് ഇടാനുള്ള പരിപാടിയാണ്. അതൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഭാവിയിലേക്ക് ഇത് മേലെ നമുക്ക് സെക്കൻഡ് ലെയർ എടുക്കാനുള്ളതാണ്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു സെറ്റപ്പ് പരിപാടിയാണ്. ബാക്കി 3 ഭാഗം ഞങ്ങൾ ഫുള്ള് മെഷീൻ കല്ല് വെച്ചിട്ടാണ് പടുക്കുന്നത്. അത് നല്ല സെറ്റപ്പിലാണ് പടുക്കുന്നത്. അത് നമുക്ക് പൊളിക്കേണ്ട ആവശ്യം വരില്ല. ആ പൊളിക്കാത്ത രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പടവിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു വീഡിയോ കാണിച്ചു തരാനാണ്. ഇതിപ്പോൾ നമ്മൾ പടുക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് എടുത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. വീഡിയോ നല്ലപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് വർക്ക് സ്റ്റാർട്ട്. അപ്പോൾ കോണിക്കൂട് ഏകദേശം ഉയരമായിട്ടുണ്ട്. ഇതിപ്പോൾ മേലെ വാർപ്പല്ല വരുന്നത്, സീറ്റാണ് വരുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് നമുക്ക് ഇവിടെ സെക്കൻഡ് ലെയർ ഇതിൻ്റെ മേലെ റൂമൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഇത് വാർപ്പായിട്ടുണ്ടെങ്കിൽ പൊളിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം ഞങ്ങളിപ്പോൾ ഇത് സീറ്റ് ഇടാനാണ് മുതലാളി പറഞ്ഞത്. അപ്പോൾ ഇത് മേലെ നമ്മൾ ചെരിച്ചിട്ടാണ് ചെയ്യണത്, പ്ലെയിനല്ല. ആദ്യം ഇതിപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഗിൽസിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. സാധാരണ ഇത് ബാക്ക് സൈഡിലാണ് വരൽ. ബാക്ക് സൈഡിൽ നമുക്ക് പിന്നെ ബാത്റൂം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അത് കാരണം ബാക്ക് സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു സൈഡിലാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മളിത് ഈ സൈഡ് ഇവിടെ ഓപ്പൺ ഏരിയ ആണ്, ഇവിടെ ഒന്നും വരാനുള്ളതല്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു വരി പുളിവരി വെച്ചത്, ഇതൊരു വരി പുളിവരി വെച്ചതാണ്. അത് ഇങ്ങോട്ട് എടുക്കണം. എടുത്തിട്ട് അത് സ്ലോപ്പാക്കി വെക്കാനുള്ളതാണ്. ചെരുവാണ് വരുന്നത്. അപ്പോൾ ആ ചെരുവിന് നേരൊക്കെ പടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ കോണിക്കൂട് ഫിനിഷ് ആക്കിയാണ്. പിന്നെ ഇവിടെ നേരെ പടവ് പടുക്കാനുള്ളത് ഇതാണ്.
ഇതൊരു 4-5 പേരും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് പടവിൻ്റെ പണി. വെയിറ്റ്നസ് കട്ടേ ഇതും കൂടെ പടുത്തു കഴിഞ്ഞപ്പോൾ കോണിക്കൂടിൻ്റെ ഫിനിഷായി. പിന്നെ നമുക്ക് പടുക്കാനുള്ള കഴിഞ്ഞപ്പോൾ ബാക്കിൽ ചെറിയ കെട്ടും കൂടെ പടുക്കാണ്ട്. കെട്ടിൻ്റെ അന്ന് ബാക്കി ഞങ്ങൾ നിർത്തിപ്പോയതാണ് ഈ കെട്ട്. അപ്പോൾ ഇത് ഇനി ഒരു 2 പേരും കൂടെ 2 പേര് നേരെ ഇങ്ങോട്ട് കൊടുത്ത് ഇതിന് ഇവിടെ ജോയിൻ്റാക്കി പടുക്കാണ്ട്. അപ്പോൾ നമുക്ക് ബെൽറ്റ് വാർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത കാരണമാണ് ഇതൊന്ന് പടുക്കാൻ. അത് ഇതും കൂടെ ഒന്ന് പടുക്കാണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ ചെരുവ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അവിടെ ആദ്യം ഞങ്ങൾ പ്ലെയിനാക്കി പടുത്തതിന് അപ്പോൾ പൊളിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ചെരുവാക്കി പടുക്കണത്. ഇനിയിപ്പോൾ അത് അവിടെ ഫിനിഷ് ആയിക്കണം. ഇനിയിപ്പോൾ അവിടെ പടുക്കാനുള്ള ഈ കെട്ടും കൂടെയാണ്. ഈ കെട്ടും ഞങ്ങൾ പൊളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പടുക്കുന്നത്. എന്താ വെച്ചാൽ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള കെട്ടുകളാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ജോയിൻ്റ് നമ്മൾ ഇതിനോട് കൂട്ടി പടുത്തിട്ടില്ല. അത് കൂട്ടി പടുക്കാതെ തന്നെ നമ്മളിത് ഇവിടെ പടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പടുക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ കല്ല് പടുക്കണം അതേ കുമ്മായം വെച്ചിട്ടാണ് ഇത് പടുക്കുന്നത്. അത് വെച്ച് പടുത്താൽ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സാധാ കുമ്മായം തന്നെ വെച്ച് പടുക്കുന്നത്. ഇത് പിന്നെ ഒരു 4-5 പേരും ഇവിടെ വെച്ചാൽ ദൂരായി. അവിടെ ഇനിയിപ്പോൾ ആ ഒരു പീസ് കൂടുണ്ട്. അതൊന്ന് കുമ്മായിട്ട് ലെവലാക്കിയാൽ ആ ചെരുവ് റെഡിയായി. കംപ്ലീറ്റ് ഇത് ഉയരായിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മളെ കോണിക്കൂടെ കംപ്ലീറ്റ് ഉയരായി. അവിടുത്തെ പടവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ബാക്കിലുള്ള പടവുണ്ടല്ലോ, ഒരു 2 പേര് പാരപ്പറ്റ് പടുക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ഫിനിഷായി. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ വരുമ്പോൾ ഇതിൻ്റെ പരിപാടിയൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ സീറ്റ് ഇടാൻ പാകത്തിന് നമ്മൾ ചെരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മേലെ നമ്മൾ നേരെ അങ്ങോട്ട് ചെരിച്ചിരിക്കുകയാണ്. ഇവിടെ 8 വരിയും അവിടെ 9 വരിയും. 9 വരി എന്ന് പറഞ്ഞാൽ പുളിവരിയാണ് വന്നിട്ടുള്ളത്. ആ പുളിവരി എൻ്റെ ആ ഹൈറ്റ് മാത്രം കണ്ട് ചെരിച്ചിങ്ങാണ്ടാണ് ചെയ്തിട്ടുള്ളത്. അത് മതി, ഷീറ്റ് ഇടുമ്പോൾ അത് മതിയാവും ചെരുവ്. നമുക്കിത് പൊളിച്ചിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതാണ് താൽക്കാലികമായിട്ട് ചെയ്തതാണ്. ഈ പാരപ്പറ്റിൻ്റെ മേലെ അപ്പോൾ ഒരു 40 സെൻറ്റിമീറ്റർ സ്ലാബാണ് വന്നിട്ടുള്ളത്. ആ സ്ലാബ് നേരെ ഈ ഫുള്ള് ഇതിൻ്റെ പുറംഭാഗം കംപ്ലീറ്റ് ഗ്രൂ വർക്കാണ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ മേലെ ഈ സ്ലാബ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ മെയിൻ സ്ലാബ് ചാടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മേലത്തെ സ്ലാബ് നമ്മൾ ചാടിച്ച് ചെയ്താണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മറ്റേ നമ്മൾ സ്ലാബ് ഇല്ലാതെ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് നമ്മൾ ആ പടവ് നേരെ കൊണ്ടുവരുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല വീട് കാണാൻ. പിന്നെ ഇത് നമ്മൾ മേലെ സെക്കൻഡ് ലെയർ പടവ് വരുന്ന സമയത്ത് നമ്മൾ ഈ സ്ലാബ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് മേലേക്ക് പടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതാണിപ്പോൾ ഞാൻ ആ മേലെന്ന് കാണിച്ചു തന്ന സ്ലാബ്. ഈ സ്ലാബ് ഇപ്പോൾ നമുക്ക് അവിടെ ഒരു വാർപ്പിൻ്റെ ഇത് കാണില്ലേ, അവിടെ ആണ് ഈ സ്ലാബ് നമ്മൾ ശരിക്കും മെയിൻ സ്ലാബ് ചാടിയതിൻ്റെ ചാട്ടം വരേണ്ടത്. അത് ഞങ്ങൾ പാരപ്പറ്റ് അവിടെ 3 വരി പടുത്തതിന് ശേഷം അതിൻ്റെ മേലെ 40 സെൻറ്റിമീറ്റർ സ്ലാബ് ചാടിച്ച് വാർത്താണ്. അപ്പോൾ മറ്റേന്ന് വെച്ചാൽ നമുക്ക് ചാട്ടം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അത് കാരണം നമ്മളവിടെ മേലെ ഒരു 40 സെൻറ്റിമീറ്റർ സ്ലാബ് ചാട്ടം കൊടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കത് രണ്ടാമതൊരു സെക്കൻഡ് ലെയർ പടവ് വരുമ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പിന്നെ ആ സ്ലാബ് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് ആ 3 പേരിൻ്റെ മേലെ പിന്നെ ജനൽ വെച്ച് പടുത്താൽ മതി. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മറ്റേത് ഇത് സ്ലാബ് ഇല്ലെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് വരുന്നത് നമ്മൾ ഈ ഗ്രൂ വർക്കാണ് വരുന്നത്. അത് കാരണമാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആ സ്ലാബ് ചാടിച്ചിട്ടുണ്ട്. മറ്റേ കാണാനൊരു കോലുണ്ട്. അപ്പോൾ നമുക്ക് പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് വർക്ക്. ഇപ്പോൾ നമ്മൾ ഏകദേശം പടവൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ്. അപ്പോൾ ആ നിൽക്കണതാണ് നമ്മൾ മുതലാളി. ഇതിൻ്റെ ഒറിജിനൽ ഓണർ അതാണ്. നാളെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായത് നമ്മൾ മുതലാളിൻ്റെ ബാപ്പാനായിരുന്നു. ഇപ്പോൾ നമ്മളെ മുതലാളി നമ്മൾ ഗൾഫിൽ നിന്ന് വന്നാണ് മൂപ്പരാണ് നിൽക്കുന്നത്. അപ്പോൾ മൂപ്പര് ഇപ്പോൾ ലീവ് കഴിയാനായിക്കണ് പോകാനായിക്കണ്. അപ്പോൾ ഏകദേശം വർക്കൊക്കെ കാണാൻ വേണ്ടി വന്നാണ്.